അപ്പൊ നിനക്കറിയാം അല്ലേ? എന്നാ നിനക്കറിയാത്ത കുറെ കാര്യങ്ങൾ കൂടിയുണ്ട്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഞാൻ എന്താണ് ചെയ്തതെന്നുള്ളതാണ്. നാട്ടിലൊരു സംസാരമുണ്ട്, ഞാൻ ആരുടെ ആശ്വാസം തേടും? എനിക്ക് ആരും ആശ്വാസം തേടാനില്ല. എനിക്ക് എന്റെ അത്താടി ഈ വോയിസും കൂടെ വിട്ടു തരുമ്പോൾ എന്റെ മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. എന്നെ കൊണ്ട് പറയിപ്പിക്കണം. എനിക്കൊരു മനുഷ്യന് വിശ്വാസം ഇല്ലാതെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. വിശ്വാസം അതല്ലേ എല്ലാം. ആ പരസ്യമൊക്കെ വരുന്നതിന് മുമ്പേ ഞങ്ങൾക്കതില്ല. പഴയ ഞാനേ അല്ലാതെ എന്നെ അങ്ങ് എന്താ പറയാ, എന്നെ ഇതാക്കി കളഞ്ഞു. ഈ വൈകിയ വേളയിൽ ഇതിനെ ചൊല്ലിയൊരു തർക്കം വേണ്ട, നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം. ആ സ്ഥിതി നമ്മളെ ഇവർ വലിച്ചീറാൻ ഇട്ട് കൊടുത്തു എന്നുള്ളതാണ്. ഇത്രയ്ക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പുറത്ത് അതെ, ആ ചേറ്റാനെ അവൻ എന്റെ കയ്യെ കിട്ടിയാണല്ലോ ഇടിച്ചവന്റെ ജോസാ. ഞാൻ ജോസിനെ പറ്റി പറഞ്ഞപ്പോ നാക്കെടുത്ത് വായിലേക്ക് ഇട്ടുള്ളൂ. കുറെ സൈബർ ബുള്ളിങ് പ്രതീക്ഷ ഒരാളാണ്. പക്ഷെ അതെന്റെ പ്രിയപ്പെട്ടവരെന്നെ ഇങ്ങനെ ചതിക്കും എന്നുള്ള രീതിയിലല്ല. വീട്ടിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാണ്ടല്ല അവളുടെ മുഖത്തിന്റെ പകുതിയെ കാണൂ. നീ ചെയ്തത് ചതിയല്ലേന്ന് ചോദിക്കാൻ ഞാൻ എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, പക്ഷെ അത് ഇങ്ങനെ ചതിയല്ല. കുറെ എനിക്ക് വേണ്ടി നിന്നു എന്നുള്ളത് ഒരു സത്യമാണ്. പുള്ളി എനിക്ക് വാങ്ങുന്ന ഒരു ടെഡി ബിയർ ആണ് കേട്ടോ. പുള്ളി എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? തന്നെ എന്റെയും പുള്ളിയുടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് എനിക്ക് ബിഗ് ബോസിൽ കൊണ്ടുപോവാൻ തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് കൊണ്ടുപോവാതിരുന്നു. വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി വേറൊരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. കാരണം നിന്നെ കാണാൻ മുന്നേ അവർക്ക് ഇച്ചിരി പഞ്ചാരയുടെ കംപ്ലൈന്റ് ഉണ്ടാവാറുണ്ട്. അപ്പൊ പഞ്ചാര വേണോല്ലേ? ഇട്ട് തരാം. ഞാൻ ഇവന്റെ മാല എടുത്ത് കൈ പിടിക്കുമ്പോഴേ എനിക്കൊരു ആശ്വാസമാണ്. പുറത്തുനിന്ന് കാണുന്നവർക്ക് വൻ ക്രിഞ്ചായിരിക്കും. നിനക്കെന്നാടാ അന്ന് പ്രാന്തായിരുന്നു? എന്നല്ല നീ കാണിച്ചു കൂട്ടിയത്? ഒന്ന് പോവാ ചുമ്മാ. വൻ ക്രിഞ്ചായിരിക്കും. ഓക്കെ, ഞാൻ ക്രിഞ്ചത്തിയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എനിക്കതൊരു ഹോൾഡാണ്. ഇവന്റെ ഫോട്ടോയിലായാലും ഞാൻ നോക്കിയിരുന്നു, ഞാൻ ഇങ്ങനെ ഇരുന്ന് കരയും പറയൊക്കെ ചെയ്യുമ്പോൾ എനിക്കതൊരു ആശ്വാസം. എന്റെ അതൊരു പ്രത്യേക പദ്ധതിയാണല്ലോ. അത്താണ് സംസാരിക്കുന്നത്. ഇതേപോലെ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞത് ഉള്ളതാണോ കള്ളതാണോ തമ്പുരാൻ അറിയാം. അപ്പൊ അതിനൊരു തീരുമാനമായി. അന്ന് വരെ എനിക്ക് ഗബ്രി എന്നൊരു പേരെങ്കിലും ആ വീട്ടിൽ ഉച്ചരിക്കാൻ പറ്റുമായിരുന്നു. ഇവരിത് പോയതിനു ശേഷം എനിക്ക് അതും പറയാൻ പറ്റാതായപ്പം ഉള്ളിൽ ഭയങ്കരമായിട്ട് നീറാൻ തുടങ്ങി. പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി എനിക്ക് എവിടുന്നൊക്കെയോ കുറെ സ്ട്രെങ്ത് വന്നു. പിന്നെ ഞാനങ്ങ് പാറയായി മാറി. ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണമെന്നുള്ളൂ. ഏട്ടാ ഞാൻ മഹാ ചേട്ടേന് അറിയാമോ? ഇനി എല്ലാവർക്കും മനസമാനത്തോടെ കിടന്ന് ഉറങ്ങാം. വെറുതെ TV സീരിയലിന്റെ നേരം കളയാതെ വല്ല സെക്കൻഡ് ഷോക്കൊക്കെ പോന്നേ. സുല